ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് ഞായറാഴ്ചയാണ്, ഒക്ടോബർ മാസം 26 ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, നാം പതിവ് പോലെ ഇന്ന് ഒക്ടോബർ മാസം 20 കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഒക്ടോബർ മാസം 20 മുതൽ 25 വരെ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതൊന്ന് ഓർത്തെടുക്കാനും വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയാനും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാൻ നാം ശ്രമിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 1 നാം ഈ വചനം പഠിക്കുവാനായിട്ട് ഒന്ന് പുനരാരംഭിച്ചതാണ്. കുറച്ച് നാൾ നിന്നുപോയി, വീണ്ടും പുനരാരംഭിച്ചു. ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം പഠിച്ച വചനങ്ങൾ ആവർത്തിക്കുന്നു. ഒക്ടോബർ മാസം 20 പഠിച്ച വചനം 20, 21 പുറപ്പാട് പുസ്തകത്തിൻ്റെ 23 അധ്യായം അതിൻ്റെ 1, 2 വചനങ്ങളാണ് നാം ആവർത്തിച്ചത്, അല്ലേ, പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? ഒന്നെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുറപ്പാട് പുസ്തകം 23 അധ്യായം അതിൻ്റെ 1 വചനം ഇതായിരുന്നു: വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. പിന്നീട് അതിനോട് ചേർന്ന് പറഞ്ഞ വചനമാണ് കള്ളസാക്ഷ്യം. അതായത് അതേ വചനം, 1 വചനമാണ്: വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. 2 വചനം, അതായത് 21 പഠിച്ച വചനത്തോട് ചേർന്നുള്ള വചനമാണ്: ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഇത് ഈ കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്, ഈ കാലഘട്ടം. അതുകൊണ്ട് ഒന്ന് തിരിച്ചറിയാനും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനും എവിടെയെങ്കിലും നമുക്ക് ചെറിയ തോതിലെങ്കിലും പിഴവ് പറ്റുമെങ്കിൽ അത് തിരുത്താനും ഒക്കെ വളരെ സഹായകരമാണ്. അപ്പം 2 വചനം അതാണ്. പുറപ്പാട് പുസ്തകം 23:2 21 പഠിച്ച വചനമാണ്: ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. അതാണ് നാം 21 പഠിച്ചത്. ഇനി 22 പഠിച്ച വചനം വളരെ സുന്ദരമായ മറ്റൊരു വചനമാണ്. തോബിത്തിൻ്റെ പുസ്തകമാണ്. തോബിത്തിൻ്റെ പുസ്തകം അതിൻ്റെ 4 അധ്യായം 5 വചനമാണ് നാം പഠിച്ചത്. എന്താണ്? മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ, ഒപ്പം തന്നെ പറയുകയാണ്, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ഇത്ര സുന്ദരമായ ഒരു ഉപദേശമാണ് തോബിത്തിൻ്റെ പുസ്തകം 4 അധ്യായം അതിൻ്റെ 5 വചനം നമ്മോട് പറഞ്ഞു തരുന്നത്. പിന്നെ 24 നാമാൻ്റെ, അതായത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5 അധ്യായത്തിൻ്റെ 1 മുതൽ 14 വചനം വരെ നാം ഒന്ന് നോക്കി ഒരുമിച്ചാണ് അതിൻ്റെ ആ സാരാംശമാണ് നമ്മൾ പറഞ്ഞത്. നാമാൻ്റെ സൗഖ്യം, അതായത് ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം, അത് നാം നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കണം. വീണ്ടും 25 അതായത് ഇന്നലെ നാം പഠിച്ചത് സങ്കീർത്തനം 61, 1, 2 വചനങ്ങളാണ്. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഇനി പറയുകയാണ്: എനിക്ക് അപ്രാപ്യമായി, എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പാറയിൽ എന്നെ, അതായത് നമുക്ക് അസാധ്യമായ ദൈവത്താൽ സാധ്യമാണ്. എനിക്ക് അപ്രാപ്യമായ പാറമേൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവത്താൽ അനുഗ്രഹം സാധ്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ ഒരിക്കൽ കൂടി പഠിക്കണേ. നമുക്ക് തിങ്കളാഴ്ച പുതിയ വചനവുമായി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ആമേൻ.